ക്രെഡിറ്റ് കാർഡ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് അവരുടെ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും, എന്താണ് ക്രെഡിറ്റ് കാർഡെന്നും എങ്ങനെ അത് ഉപയോഗിക്കണമെന്ന് അറിയാത്ത ആൾക്കാർക്ക് അവരുടെ ലൈഫിനെ കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കാനും സാധിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ക്രെഡിറ്റ് കാർഡ്, ആ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളോട് ആദ്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിഷാൽ എന്നാണ്. മൈൻഡ്, മണി, മാനർ, മൂവ്മെൻറ്റ്, ഈ 4 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ചാനൽ സംസാരിക്കുന്നുണ്ടാവുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മണീനെ പറ്റിയാണ് സംസാരിക്കുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ബിഗിൻ. എന്താണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയാം. അതിന് മുമ്പായിട്ട് ഞാൻ എന്താണ് ഡെബിറ്റ് കാർഡ് ജസ്റ്റ് പറഞ്ഞുതരാം. ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അറിയുന്നൊരു സാധനമാണ് അല്ലേ. ATM കാർഡ് നമ്മൾ വിളിക്കും. അതായത് നമ്മളെ ബാങ്കിൽ സേവിങ്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ എത്രയാണോ പൈസ ഉള്ളത്, ആ പൈസ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനും ആ പൈസ നമുക്ക് പിൻവലിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു കാർഡാണെന്ത്, ഡെബിറ്റ് കാർഡ് എന്നുള്ളത്. ഒരു ഡെബിറ്റ് കാർഡിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക. ആ ഡെബിറ്റ് കാർഡിൽ നമ്മളെ പേരുണ്ടാവും, അതിൻ്റെ കാർഡ് നമ്പർ ഉണ്ടാവും, ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, ഒരു 3 ഡിജിറ്റ് ഒരു സെക്യൂരിറ്റി കോഡ് ഉണ്ടാവും അല്ലേ. ഇതേപോലത്തെ ഒരു സാധനമാണെന്ത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് ഉണ്ടാവുക. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് ഞാൻ ഒരു ചെറിയ സ്റ്റോറിയിലൂടെ പറഞ്ഞുതരാം. ഒരു ആകാശ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഈ ആൾ ഇങ്ങനെ പണിക്ക് വേണ്ടിയിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആകാശ് നമ്മൾ വിളിച്ചിരുന്നത്. ആകാശ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുക, അനിയൻ ആക്സിഡൻ്റ് ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ആകാശ് ടെൻഷനായിട്ട് പെട്ടെന്ന് ആ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആണ് പെട്ടെന്ന് നേഴ്സ് വന്നിട്ട് ഒരു ബില്ല് കൊടുത്തിട്ട്, ഒരു 25,000 ബില്ല് കൊടുത്തിട്ട് ആകാശ് ഈ ഒരു എമൗണ്ട് പെട്ടെന്ന് ക്ലിയർ ചെയ്യണമെന്ന് അങ്ങനെ നേഴ്സ് പറഞ്ഞു. അപ്പോൾ ആകാശ് ആകെ ടെൻഷൻ. കാരണം ആകാശ് ബാങ്ക് കൊണ്ട് എടുത്ത് നോക്കിയ സമയത്ത് അതിലാണെന്നുണ്ടെങ്കിൽ ആകെ 5,000 സംതിങ് എന്തേ ഉള്ളൂ. അങ്ങനെയാണ് ആകാശ് പെട്ടെന്ന് ആലോചിക്കുന്നത്. ആകാശിനൊരു ബാങ്ക് ഒരു ക്രെഡിറ്റ് കാർഡ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആകാശ് ആ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് എന്താക്കുകയാണ്, ആ പേയ്മെൻറ്റ് അടയ്ക്കുകയാണ്. ഇപ്പോൾ നിങ്ങളോട് മനസ്സിലായിട്ടുണ്ടാവും, ആകാശിൻ്റെ ബാങ്കിൽ ആകെ 5,000 ഉള്ളൂ. പക്ഷേ ആകാശ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ആ 25,000 പേയ്മെൻറ്റ് ക്ലിയർ ചെയ്തു. ഇവിടെ എന്താണ് നടന്നത്, ബാങ്കിൽ ഇല്ലാഞ്ഞിട്ട് പോലും ആ സ്ഥാനത്ത് ബാങ്ക് എന്താക്കുകയാണ്, ആകാശിന് പൈസ കൊടുക്കുകയാണ്. ഇതാണ് ആക്ച്വലി എന്ത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ ബാങ്കിൽ സേവിങ്സ് ആയിട്ട് നമ്മൾ വെക്കാണ്ട് പോലും നമ്മളെ സിബിൽ സ്കോറിനും ക്രെഡിറ്റ് സ്കോറിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് ബാങ്ക് കുറച്ച് എമൗണ്ട് പാസ്സാക്കി തരും. ഓക്കെ, അത് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് തരുന്ന കാർഡാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതിനൊരു ടൈം പീരീഡ് വെക്കുന്നുണ്ട്, ആ ടൈമിൽ നമ്മൾ അടച്ചാൽ മതി. ഓക്കെ, ഇതാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരു എല്ലാ മാസം ഒരു 1-5 ഇടയിലായിട്ട് കഴിഞ്ഞ മാസം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ എമൗണ്ടുകൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് തരും. എത്രയാണ് ടോട്ടൽ നമ്മൾ ഓരോ കാര്യത്തിന് സ്പെൻഡ് ചെയ്തെന്നുള്ളത് കറക്റ്റ് ഓരോന്ന് പറഞ്ഞിട്ട് അവിടെ ചാർജസും കാര്യങ്ങളൊക്കെ വെച്ചും കൊണ്ട് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും. അതിൽ കറക്റ്റ് നമ്മളെ കഴിഞ്ഞ പ്രീവിയസ് മന്തിൽ നമ്മൾ യൂസ് ചെയ്ത ക്യാഷിനെ പറ്റിയിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് എന്താക്കും, ഒരു 30-40 ദിവസം അല്ലെങ്കിൽ 30-50 ദിവസത്തേക്ക് ഒരു ടൈം പീരീഡ് തരും. ഈ കഴിഞ്ഞ മാസം നമ്മൾ യൂസ് ചെയ്ത എമൗണ്ട് ഈ ടൈം പീരീഡ് നമ്മൾ എന്താക്കണം, ക്ലിയർ ചെയ്യണം. ഇതിനാണ് എന്ത് പറയുക, ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറയാം. അപ്പോൾ ആ ഒരു പറഞ്ഞ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നമ്മൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ₹1 പോലും നമ്മൾ എക്സ്ട്രാ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ആക്ച്വലി എന്ത് ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്ന രീതി എന്നുള്ളത്. ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന 2 കാര്യങ്ങളാണ്, ഒന്ന് അഡ്വാൻറ്റേജും ഒന്ന് ഡിസഡ്വാൻറ്റേജും. അഡ്വാൻറ്റേജിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് വിട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമതാണ് കൺവീനിയൻസ്. അതായത് നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് രാത്രി 3 മണിക്ക് ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു എമർജൻസി ആയിട്ട് ഫണ്ട് ആവശ്യം വരികയാണെന്ന് നോക്കിയോ, ഈ സമയത്ത് നമുക്ക് ചിലപ്പോൾ ആരും വിളിച്ചാൽ കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല, ആരോടും കെഞ്ചേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മളോട് ചോദിക്കാണ്ട് നമുക്ക് എന്ത് വരും, ആ കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. മറ്റ് നമ്മളെ ഫ്രണ്ടിനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണെന്ന് പറഞ്ഞു കൊടുക്കണം, എപ്പോൾ തിരിച്ച് കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലേ. ഒന്നുമില്ല, നമുക്ക് എന്താക്കാൻ പറ്റും, കൺവീനിയൻ്റ് ആയിട്ട് ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും ആരോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, നമ്മളെ സിബിൽ സ്കോർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ടൂളാണ് ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നമ്മൾ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ, നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് നല്ല രീതിയിൽ എന്താക്കാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡാണ്. അതായത് നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഒരു പൈസ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു 30-40 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തായിരിക്കും അതിൻ്റെ പൈസ അടച്ചെടുത്താൽ മതി. ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ പൈസ കടം എടുത്തിട്ട് അടുത്ത 40 ദിവസത്തിനുള്ളിൽ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ₹1 പോലും ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടെന്ന് അർത്ഥം. ഫ്രീ ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഫ്രീ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് എന്താക്കുകയാണ് പേയ്മെൻറ്റ് തരണം. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണല്ലേ. നാലാമത്താണ് റിവാർഡ്സ് ആൻഡ് പേർക്സ്. ഒരുപാട് ക്രെഡിറ്റ് കാർഡിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു റിവാർഡ്സ് ആൻഡ് പേർക്സ് ആയിരിക്കും. അതായത് ചില ആഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ക്രെഡിറ്റ് കാർഡ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റിൽ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടും, 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടൽസിൽ നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും 2 ദിവസം, ഇങ്ങനെ ആഡ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ. ശരിയാണ്,
പ്രോപ്പറായിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ നമുക്ക് ഇങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് ഗിഫ്റ്റ് വൗച്ചേഴ്സ് കിട്ടും. ക്രെഡിറ്റ് കാർഡ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് പോയിൻറ്റ്സ് കിട്ടും. ആ പോയിൻറ്റ്സ് വെച്ച് നമുക്ക് ഗിഫ്റ്റുകൾ റിഡീം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ്, റിവാർഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത് നമുക്കൊരു എമർജൻസി ഫണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്താ എമർജൻസി ഫണ്ട്? ഈ ഒരു വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന എമർജൻസി ഫണ്ടിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം, നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും. എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു മന്തിലുള്ള നമ്മളെ എക്സ്പെൻസസിൻ്റെ ഒരു 3 to 6 ടൈംസ് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു എമൗണ്ടാണ് എന്ത് എമർജൻസി ഫണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എമർജൻസി സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഫണ്ടാണത് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് പർച്ചേസ് പ്രൊട്ടക്ഷൻ. അതായത് ചില ക്രെഡിറ്റ് കാർഡുകൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് കുറച്ച് ഹെൽപ്പുകൾ നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. ഒന്നാമത്തെ, അവർ നമുക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഇൻ കേസ് നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ ഒരു യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആക്സിഡൻറ്റ് പറ്റി നമ്മൾ മരിക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് നമ്മൾ ഹെൽത്ത് കണ്ടീഷൻ മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അവിടെ കാണിച്ചു കൊടുത്താൽ നമുക്ക് എന്താക്കും, നമ്മൾ ആ ഒരു ക്രെഡിറ്റ് കാർഡ് അവർ ക്ലോസ് ചെയ്ത് തരും. അതായത് ഒരു ഇൻഷുറൻസ് പോലെ നമുക്ക് തരും. പിന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ്, നമുക്ക് ചില ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ നമ്മളെന്ത് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അത് ഫ്രോഡാണോ, നമ്മളെ പറ്റിക്കാൻ ചാൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരും. ഇങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. ഏറ്റവും അവസാനത്തെ ബെനിഫിറ്റാണ് ഈസി EMI ഓപ്ഷൻ. ഇത് പറയുമ്പോൾ ചിരിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു ഈസി EMI ഓപ്ഷൻ അഡ്വാൻറ്റേജ് ആണെങ്കിൽ പോലും നമ്മളെ കുഴി കൊണ്ട് ചാടിക്കുന്ന ക്രെഡിറ്റ് കാർഡത്തെ ഒരു ഫീച്ചറാണ് ആക്ച്വലി ഈ ഒരു EMI ഓപ്ഷൻ എന്നത്. ഞാൻ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ പറയാം. ഓക്കെ, ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്കുള്ളത്. ഇതിലും ഞാൻ ബേസിക് ആയിട്ടുള്ള അഡ്വാൻസ് പറഞ്ഞിട്ടുള്ളൂ. ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ വഴികളുണ്ട്. യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ പ്രോപ്പറായിട്ട് മണി മാനേജ്മെൻറ്റ്, മണി സ്കില്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാട്ടുന്ന സാധനമാണെന്ത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അതിൽ ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നമ്മൾ അഡ്വാൻറ്റേജ് വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ഇൻട്രസ്റ്റ് ഫ്രീ ആണെന്നല്ലേ. പക്ഷേ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേയ്മെൻറ്റ് പൈസ യൂസ് ചെയ്തിട്ട് 30 to 40 ഡേയ്സിലേക്ക് എന്തോ ഉള്ളൂ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ഉള്ളൂ. പക്ഷേ ഈ 40 ഡേയ്സ് കൊണ്ട് കടന്നു കഴിഞ്ഞാൽ 30 to 50% ആണ് ആനുവലി ഇൻട്രസ്റ്റ് റേറ്റ്. ഈ 30 to 50 വരുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട്, ഒരു ഗോൾഡ് ലോൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8% ആണ്. അതന്നെ നമുക്ക് ആർക്കും താങ്ങാൻ പറ്റുന്നില്ല. ഒരു ഹൗസിംഗ് ലോൺ ആണെങ്കിലോ 12-13% വരുന്നത്. ഈ ലോണുകളിൽ ഏറ്റവും കിങ്ങാണ് ഇൻട്രസ്റ്റ് വാങ്ങുന്ന ആളാണ് ആര്? പേഴ്സണൽ ലോൺ. ഓൻ വരെ നമ്മളോട് എത്ര വാങ്ങുള്ളൂ എന്നറിയോ? 18 to 20% വാങ്ങുള്ളൂ. അപ്പോൾ ആലോചിച്ച് ക്രെഡിറ്റ് കാർഡിന് എത്ര ഉണ്ടെന്നുള്ളത് 30 to 50% വാങ്ങുന്നത്. അത്രക്കും ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഈ ഒരു പൈസ അവർ പറഞ്ഞ ടൈമിലുള്ള നമ്മൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. രണ്ടാമത്താണ് ടെറ്റ് ട്രാപ്പിൽ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ കടക്കാരനാവും. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന 80% എബോവ് ആൾക്കാരും ഡെറ്റിൽ കൊടുക്കും. ഇതെങ്ങനെ കൊടുക്കുന്നത് അറിയോ? നമ്മൾ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് സ്പെൻഡിങ് ടെൻഡൻസി കൂടും. അതായത് ക്രെഡിറ്റ് കാർഡ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങാനുള്ള ടെൻഡൻസി കൂടും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ചിലപ്പം ഒരുപാട് ഫ്ലിപ്കാർട്ട്, ആമസോൺ കണ്ടിട്ടുണ്ടാവും. ഇന്ന ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ വൗച്ചർ, ഇത്ര രൂപ ഡിസ്കൗണ്ട്, ഇങ്ങനെ ഗിഫ്റ്റ് കാർഡ് കിട്ടും, അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട്, ഇവിടെ പോകാം, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ 2 രൂപ ഡിസ്കൗണ്ട്, ഇങ്ങനെ കുറേ അഡ്വാൻസ് കാണാൻ പറ്റും. ഇത് കണ്ടിട്ട് നമ്മളിങ്ങനെ ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അത് നമ്മളെ കടക്കാരനാക്കും. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ഹിഡൻ ചാർജസ്. എഴുതി ഉറപ്പിച്ച് വെച്ചോ, ഏറ്റവും കൂടുതൽ ഹിഡൻ ചാർജസ് ഉള്ളൊരു സാധനമാണ് ക്രെഡിറ്റ് കാർഡ്. ഞാൻ പറഞ്ഞില്ല, ലേറ്റ് ഫീ, ആനുവൽ ഫീ, ക്യാഷ് വിഡ്രോവൽ ഫീ, പിന്നെ ഈ പറഞ്ഞ ഫീൻ്റെ ഒക്കെ മുകളിലുള്ള GST, അങ്ങനെ ഇഷ്ടം പോലെ ടാക്സുകളും ഇഷ്ടം പോലെ ചാർജസ് ഉള്ളൊരു സാധനമാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞത്. അടുത്ത ഏറ്റവും വലിയ ട്രാപ്പ്, ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആണ് മിനിമം പേയ്മെൻറ്റ് അടയ്ക്കാമെന്ന് പറയുന്നത്. അതായത് പല ആൾക്കാരെ വിചാരം എന്ന് പറഞ്ഞത് ഈ ക്രെഡിറ്റ് കാർഡിനൊക്കെ പറയുന്നൊരു സാധനമുണ്ട് മിനിമം പേയ്മെൻറ്റ്. അതായത് ഒരു 50,000 ആണ് നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് ബിൽ സൈക്കിളിൽ വന്നതെന്നുണ്ടെങ്കിൽ അവർ പറയും നിങ്ങൾ 5,000 അടച്ചാൽ മതി, നിങ്ങൾക്ക് അടുത്ത ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ അടുത്ത പൈസ യൂസ് ചെയ്യാൻ പറ്റുന്നൊക്കെ പറയും. അതായത് ആ ഒരു മിനിമം പേയ്മെൻറ്റ് അടച്ചാൽ മതി എന്ന് പറയും. ഇത് കാണുമ്പോൾ നമ്മൾ എന്താക്കും, ഓക്കെ മിനിമം പേയ്മെൻറ്റ് അടച്ചാൽ പറയാം, എനിക്ക് എൻ്റെ കാർഡ് ബ്ലോക്ക് ആവില്ലല്ലോ, എനിക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ 5,000 മാത്രം അടയ്ക്കും. പക്ഷേ നിങ്ങൾ ആലോചിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ 50,000-ൽ 5,000 അടിക്കുമ്പോൾ ബാക്കി 45,000 രൂപ നിങ്ങൾ അവിടെ 30 to 50% എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം ആനുവലി. അത് അവരെ നമ്മൾ ട്രാപ്പ് ചെയ്യുന്നൊരു മിസ്കൺസെപ്ഷനാണ് കേട്ടോ. ഓക്കെ, അടുത്ത് എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് സ്കോർ ഡാമേജ്. നമ്മൾ ഈ അഡ്വാൻറ്റേജിൽ പറഞ്ഞാൽ എന്താ, ക്രെഡിറ്റ് സ്കോർ ഇൻക്രീസ് ചെയ്യാൻ ഏറ്റവും നല്ല ടൂളാണെന്ത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ, അതേപോലെ തന്നെ ഒരു ക്രെഡിറ്റ് സ്കോറിൽ സിബിൽ സ്കോർ കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കാനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണത് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. കാരണം നമ്മൾക്ക് ലിമിറ്റ് തന്നിട്ടുള്ള എമൗണ്ടിന് 30% എബോവ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. നമ്മൾ പറഞ്ഞ സമയത്ത് പൈസ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും അവസാനത്താണ് ഫ്രോഡ് റിസ്ക്. അതായത്
ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ക്രെഡിറ്റ് കാർഡായാലും ഡെബിറ്റ് കാർഡാണെങ്കിൽ പോലും വൈഫൈ കാർഡുകളാണല്ലേ. അത് ഇൻ കേസ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ലോസ്റ്റായി പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ആ കാർഡിൽ എന്തായാലും ലിമിറ്റ് ഉണ്ടാവില്ല. ആ പൈസ വെച്ചിട്ട് അവർ വേഗം എവിടെയും പോയിട്ട് ട്രാൻസാക്ഷൻസ് കാര്യങ്ങൾ നടത്തും. അത് നമ്മളെ പറ്റിക്ക് വിടാൻ ചാൻസ് ഉണ്ടല്ലേ. ഇതിപ്പോൾ ഞാൻ കോമൺ ആയിട്ടുണ്ടായിട്ടുള്ള കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഇതല്ലാണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഡെപ്റ്റ് ട്രാപ്പാണ്. അതായത് നമ്മൾ ഓവർ സ്പെൻഡിങ് ഇങ്ങനെ കൂടും. ഇത് കൂടിയിട്ട് ഇങ്ങനെ പെടുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതിലേക്കൊന്ന് പോകാണ്ടിരിക്കാം. എനിക്കൊരു അഡ്വൈസ് ആയിട്ട് പറയാനുള്ളത്, ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് പെട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പേഴ്സണൽ ലോൺ എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് ആ ക്രെഡിറ്റ് കാർഡ് വേഗം ക്ലോസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ക്രെഡിറ്റ് കാർഡ് നമ്മൾ 30-50% കൊടുക്കണം. പേഴ്സണൽ ലോണിന് 18% വരെ നമ്മൾ എന്താക്കിയാൽ മതി, കൊടുത്താൽ മതി. ഓക്കെ. ഇനി അവസാനമായിട്ടുള്ള കാര്യം പറയാനുള്ളത്, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ചൊരു ടിപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്ത ക്രെഡിറ്റ് കാർഡിൻ്റെ എമൗണ്ട് ഫുള്ളി ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ കുറച്ച് പെർസെൻറ്റേജ് അടച്ചിട്ട് അല്ലെങ്കിൽ മിനിമം പേയ്മെൻറ്റ് അടച്ചിട്ടുള്ള കളി ഒരു കാരണവശാലും കളിക്കാൻ നിൽക്കരുത്. ഓക്കെ. ഈ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളൊരു വീഡിയോ ഇതുവരെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കോമൺ ആയിട്ട് പണ്ടൊക്കെ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുകയാണെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഏതൊരു പെട്രോൾ പമ്പിൽ പോയാലും അവിടെ ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് വെച്ചിട്ട് കുറേ ഏജൻറ്റ്മാരെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ചെറിയൊരു ക്രൈറ്റീരിയ കഴിഞ്ഞാൽ എല്ലാവർക്കും കോമൺലി കൊടുക്കുന്ന സാധനമാണ് ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ എല്ലായിടത്തേയും ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ എന്തായാലും ഒരു കോൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് വന്നിട്ടുണ്ടോ ക്രെഡിറ്റ് കാർഡ് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അവർക്കൊക്കെ എന്തായാലും യൂസ്ഫുൾ ആവുന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രാക്ക് യുവർ എക്സ്പെൻസസ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഓരോ എക്സ്പെൻസ് നിങ്ങൾ വായിച്ച് നോക്കണം. ഓരോ എക്സ്പെൻസ് നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിച്ചതാണോ അനാവശ്യത്തിന് ഉപയോഗിച്ചതാണോ എന്നുള്ള കറക്റ്റ് അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റണം, എഴുതി മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. അതുവഴി നിങ്ങൾ എന്താക്കണം, ആ എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യണം. മൂന്നാമത്തത്, യൂസ് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ്. അതായത് എപ്പോഴും നിങ്ങളുടെ പൈസ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾ അധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള പീരീഡിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ എപ്പോഴും എന്താക്കാൻ ശ്രമിക്കുക, അടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ, ഒരു സാധനം നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എത്ര ടൈമിനുള്ളിൽ അടയ്ക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉള്ള നിങ്ങൾ വാങ്ങുന്നത്. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്താക്കുക, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുക. അടുത്തത്, അവോയ്ഡ് ക്യാഷ് വിഡ്രോവൽ. ഒരു കാരണവശാലും നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഒരുപാട് ഹ്യൂജ് ആയിട്ടുള്ള ഫൈനും ചാർജസും അതിന് എന്തായാലും കൊടുക്കേണ്ടി വരും. പിന്നെ അടുത്തത്, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, റൈറ്റ് കാർഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ക്രെഡിറ്റ് കാർഡുകൾ പല കാര്യങ്ങളായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ഫ്യൂവൽ ആയിട്ടായിരിക്കും, ചിലപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആയിരിക്കും, ചിലപ്പോൾ മൂവി ടിക്കറ്റ് ആയിരിക്കും. ഇങ്ങനെ പലതായിട്ട് ലിങ്ക് ആയിട്ടുള്ളതായിരിക്കും. ഈ സിനിമാ പ്രാന്തന്മാരുടെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാർഡ് യൂസ് ചെയ്യാം. ഇനി ഒരുപാട് ബൈക്കിൽ പോകുന്ന ആൾക്കാർ, കാറിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ ഫ്യൂവൽ ആയിട്ടുള്ള കാർഡ് യൂസ് ചെയ്യാം. ഇനി ഒരുപാട് ഫ്ലൈറ്റിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡ് യൂസ് ചെയ്യുക. ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, അതിൽ കുറച്ച് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ കുറച്ച് പ്രിവിലേജസ് കിട്ടും. പിന്നെ നമുക്ക് ഏതൊരു കാർഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫൈനുകളും ഫീസുകളും കറക്റ്റ് അറിഞ്ഞിരിക്കുക. അതിൻ്റെ ഓരോ ചാർജ് എന്താണ്, അതിന് ഓരോ വാങ്ങുന്ന ഫീസ് എത്രയാണ്, ഫൈൻ എത്രയാണെന്ന് കറക്റ്റ് അറിഞ്ഞിരിക്കുക. ലേറ്റ് ഫീ എത്രയാണ്, ആനുവൽ ഫീ എത്രയാണ്, പിന്നെ EMIൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്, ടാക്സ് എത്രയാണ്, അതെത്രയാണ്, എല്ലാം കറക്റ്റ് നിങ്ങൾ എന്താക്കണം, അറിഞ്ഞിരിക്കണം. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മളെ മന്ത്ലി ക്രെഡിറ്റ് സ്കോർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ മാസവും കറക്റ്റ് നിങ്ങൾ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം ആ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് കാരണം നിങ്ങൾ ക്രെഡിറ്റ് സ്കോർ കൂടുകയാണോ കുറയാണോ എന്നുള്ളത് കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് കറക്റ്റ് എവിടെയാണ് പ്രശ്നം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒന്നുകൂടി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, പ്രോപ്പർ മണി മാനേജ്മെൻറ്റ്, പ്രോപ്പർ ഇമോഷണൽ കൺട്രോളിംഗ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അല്ലാത്ത പക്ഷം എല്ലാ ആൾക്കാരും ഈ ഒരു ഡെറ്റിൽ കുടുങ്ങും. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ആരും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്രെഡിറ്റ് കാർഡ് കാരണം അനുഭവിച്ചൊരു വ്യക്തിയാണെന്ന് ഞാനെന്ന് പറയുന്നത്. ഞാൻ അതിനെപ്പറ്റി ഇൻഡെപ്റ്റായിട്ടൊന്നും പറയുന്നില്ല. ആ സമയത്തൊക്കെ ഞാൻ കുടുങ്ങിയ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാൾ എനിക്ക് ഇവിടെ മെൻഷൻ ചെയ്യണമെന്ന് മറ്റാരല്ല, എൻ്റെ അപ്പച്ചിയാണ്. എൻ്റെ അപ്പാണ്. ഞാനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ കുട്ടികളോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ അപ്പാണ് എൻ്റെ സൂപ്പർ ഹീറോ എന്ന്. അപ്പോൾ അവരിങ്ങനെ ചിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ച്, എന്താ ശരിക്കും സൂപ്പർ, അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണല്ലേ. പക്ഷേ ഞാൻ മക്കളോട് ചോദിച്ച്, എന്താ സൂപ്പർ ഹീറോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു സിനിമയത്തെ കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞു, സ്പൈഡർമാൻ, സൂപ്പർമാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ആൾക്കാർ കുടുങ്ങി കിടക്കുന്ന സമയത്ത്, ലാഭത്തിൽ കിടക്കുന്ന സമയത്ത് അവർ രക്ഷിക്കുന്ന ആൾക്കാരാണ് ആര്, സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ സൂപ്പർ സ്പൈഡർമാൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നതേപോലെ പല ആപത്തിലും പെട്ട് കിടന്ന സമയത്തിന് രക്ഷിച്ച ഒരേ ഒരാളിൻ്റെ അപ്പനാണ്. അപ്പം എൻ്റെ അപ്പല്ല എൻ്റെ സൂപ്പർ ഹീറോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലായി. അപ്പോൾ അതാ പറഞ്ഞത്, ചിലപ്പോൾ ഇന്നതേപോലെ സഹായിച്ച പോലെ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ പാരൻസിനോ അല്ലെങ്കിൽ നിങ്ങളെ കൂടെയുള്ള ആൾക്കാർക്ക് പറ്റിക്കോളൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം എന്താക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാതെ വരെ.